ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നോമ്പൊക്കെ അടുത്തില്ല, അപ്പോൾ ഓരോരുത്തർ പുതിയ പുതിയ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കി നിൽക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു റെസിപ്പി പുതിയതല്ല, ഒരുപാട് കാലം മുന്നേ നമ്മളൊക്കെ ട്രൈ ആക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ പാൽവായ്ക്ക. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാത്രമല്ല, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പാൽവായ്ക്ക നമ്മൾ ഉമ്മാരും ഉമ്മുമ്മമാരൊക്കെ ഒരുപാട് കാലം മുന്നേ തന്നെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ അന്നത്തേലും ഒരു ചേഞ്ച് ആക്കിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുക. അന്നെന്ന് വെച്ചാൽ തേങ്ങാപ്പാലിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പാക്കറ്റ് പാൽ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന പാലിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സാവൂനരി കഴുകിയിട്ട് അതിട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ 250 ഗ്രാം സാവൂനരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നമ്മൾ ബേബി സാവൂനരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യമൊക്കെ നമുക്ക് വലിയ സാവൂനരി ആയിരിക്കും കിട്ടുക, അത് നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ വെന്ത് വന്നാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ 2-3 ഏലക്ക കുത്തിയത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ നേന്ത്രപ്പഴം കുറച്ച് പഴുത്തതായതുകൊണ്ട് ഞാനിപ്പോൾ നെയ്യിൽ വാട്ടിയെടുക്കുന്നില്ല. ഇനിയിപ്പോൾ അധികം പഴുക്കാത്ത പഴമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് നെയ്യിൽ വാട്ടിയെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഈ നേന്ത്രപ്പഴം ഒരു 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു 3 നേന്ത്രപ്പഴങ്ങളാണ് എടുത്ത് കട്ട് ചെയ്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം ഇതിലിട്ട് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യിലേക്ക് കുറച്ച് അണ്ടിമുന്തിരിയൊക്കെ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഈ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ്. ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പാല് ചിലപ്പോൾ പിരിഞ്ഞു പോകും. അപ്പോൾ എല്ലാം നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക. ഇത് ചൂടോടെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം, അതല്ല ഇനിയിപ്പോൾ തണുപ്പിച്ചിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏതായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.